ഇറ്റ്സ് മീ ശ്വേതാപ്പി. അപ്പോൾ നമ്മൾ ഇന്ന് പെരിയാർ ടൈഗർ റിസർവിൽ ജംഗിൾ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ കാട്ടുപോത്തുണ്ട്, നമുക്ക് നോക്കിയിട്ട് വരാം. ഓട്ടം തുടങ്ങി. ഓ അടിപൊളി. നേരത്തെ കണ്ട കരടി അടിപൊളി. നമ്മൾ ഏറ്റവും പൊക്കത്ത് നിന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ എന്ത് ഭംഗിയാ നോക്കിയേ. 3 ആനയെ കണ്ട്, ഒരു കുട്ടി ആന ഉണ്ടായിരുന്നു. ഓ അടിപൊളി. അപ്പോൾ വള്ളക്കടവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വന്നിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ജംഗിൾ ക്യാമ്പിലേക്ക് വരേണ്ടത്. വരുന്ന വഴിയൊക്കെ നല്ല മഴയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും മഴ മാറി. അങ്ങനെ നമ്മൾ ജംഗിൾ ക്യാമ്പിൽ സ്റ്റേയിൻ്റെ അവിടെ എത്തി. ഒരു ബ്രേക്കൊക്കെ എടുത്തു, ചായയൊക്കെ കുടിച്ചിട്ടതായി ഇപ്പോൾ മാനമുട്ടി മല ട്രെക്കിങ് കയറാൻ പോവാണ്. ആദ്യം ഈ റോഡ് വഴി നടന്ന് കുറച്ച് ദൂരം നടന്നിട്ട് വേണം, പിന്നെ ഒരു ടേൺ ഉണ്ട്, എന്നിട്ടാണ് നമ്മൾ മാനമുട്ടി മല ട്രെക്കിങ് കയറുന്നത്. കുത്തിനുള്ള കയറ്റാണെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം, വാ. ഒരുപാട് ആക്ടിവിറ്റീസ് അടങ്ങുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു 3 ഡേ പാക്കേജാണത്. ഒരുപാട് സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ 2 വീഡിയോ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇന്ന് ഒരു ഉച്ചവരെ നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പം മഴയൊന്നുമില്ല. അവിടെ എത്തുമ്പോഴും മഴ ഉണ്ടാവേണ്ടിയിരിക്കട്ടെ, അല്ലെങ്കിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോട വന്ന് ആനിമൽസിനൊന്നും കാണാൻ പറ്റില്ല. അപ്പം മഴ ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കാം, എന്നാലേ ഉള്ളൂ ആനിമൽസിനെ കാണാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് നമ്മുടെ ക്ലൈംബ് തുടങ്ങുവാണ്. പോകുന്ന വഴി എന്തൊക്കെ കാഴ്ചകൾ കാണാമെന്നൊരു ആകാംക്ഷയിലാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ എത്ര സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഇങ്ങനെ ട്രെക്ക് ചെയ്ത് അധികം ശീലമില്ലാത്തവരാണെങ്കിൽ പോലും ഒന്ന് റെസ്റ്റ് എടുത്ത് ഭംഗിയൊക്കെ ആസ്വദിച്ച് പയ്യാണെങ്കിലും കയറാവുന്നതാണ് കേട്ടോ. മലയുടെ ആ ചരിവിൽ നോക്കി, അവിടെ ഇട്ട് കേട്ടോ. ആട്ടൂത്ത് നിൽക്കണുണ്ടോ? 2 ഉണ്ട്. പുല്ല് മേലിങ്ങനെ നിൽക്കുക. ഒരെണ്ണം അപ്പുറത്തെ സൈഡിലേക്ക് വരണം, ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കണം. ഇത് 1 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റായിരുന്നു. ഇപ്പോൾ കുറേ പേര് അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് താഴെ കണ്ടോ. ആ ഭാഗത്തായിട്ട് കുറച്ച് കാട്ടുപോത്തിനെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് പുല്ലിൻ്റെ ഇടയിലേക്ക് കയറിയത് കാരണം നിങ്ങളെ കാണുന്നില്ല. കയറിക്കൊണ്ടിരിക്കുക ഇപ്പോൾ. അങ്ങനെ ഈ മല കുറച്ച് കയറിയപ്പോഴേക്കും അമ്പടാതെ നിൽക്കുന്നു 2 കാട്ടാനകള്. 2ഉം പിടിയാനയാണ് കേട്ടോ. കുറെ നാൾക്ക് ശേഷമാണ് എനിക്കിങ്ങനെ കാട്ടാനകളെ ഇത്ര അടുത്ത് ആസ്വദിച്ച് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ പെരിയാർ ടൈഗർ റിസർവിന്റെ എടപ്പാളയം വാച്ച് ടവറിൽ സ്റ്റേ ചെയ്തപ്പോഴാണ് ലാസ്റ്റായിട്ട് കാട്ടാനക്കൂട്ടത്തെ കണ്ടത്. ഈ ആന നടന്നു തുടങ്ങിയപ്പോഴാണ് കണ്ടത് അതിന്റെ കാലിനരികിലായിട്ടൊരു കുട്ടി ആന കൂടി ഉണ്ടായിരുന്നു. തീരെ കുഞ്ഞതായതുകൊണ്ട് ആ തള്ള ആന അത്രയും പ്രൊട്ടക്റ്റീവാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നേരം അതിനെ കാണാൻ കഴിയാഞ്ഞത്. അവിടെ ഒരു കരടി ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അത് ഓടിപ്പോയി. അങ്ങനെ നമ്മൾ മാനമുട്ടി മല കയറി ഇനി കയറാനുണ്ട് അറ്റത്തേക്ക്. നമ്മൾ പകുതി കയറിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സൈഡിലൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ മലകളൊക്കെ ഇങ്ങനെ മുട്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് മാനമുട്ടി മല എന്ന് പേര് വന്നേക്കണേ. ആ സൈഡിൽ നമ്മൾ കുറച്ച് സാമ്പാടിയറിനെയൊക്കെ കണ്ടു. പിന്നെ അവിടെ ആയിട്ട് ഒരു കരടീനെ കണ്ടു, പക്ഷെ അത് എടുത്തു വന്നപ്പോഴേക്കും ഓടിപ്പോയി. ഇടയിലേക്ക് പുല്ലിൻ്റെ ഇടയിൽ ഇരിപ്പുണ്ട്, ഇത് കാണാൻ പറ്റുന്നില്ല. അത് കാരണം നമുക്ക് നോക്കാൻ കാണാൻ പറ്റുമെന്ന്. ഇനിയിപ്പോൾ എന്തായാലും കുറച്ചുകൂടി റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ പിന്നെയും കയറുകയാണ്. അപ്പൊ നേരത്തെ നമുക്ക് മിസ്സായ കരടിക്കുട്ടനുണ്ടല്ലോ, അവനെ തേടി കുറച്ച് നടന്നു കേട്ടോ. അങ്ങനെ മലമുകളിലേക്ക് കുറച്ച് കയറി ആ ഒരു ഹൈറ്റിൽ നിന്ന് നോക്കിയപ്പോഴേക്കും ആളെ കണ്ടുകിട്ടി. ദേ ഇവിടെ നിപ്പുണ്ട് കേട്ടോ. ഇതാണ് സ്ലോത്ത് ബെയർ, ഇന്ത്യൻ ബെയർ എന്നും വിളിക്കും. കാട്ടിൽ വെച്ച് ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു കരടിയെ കാണുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രസൻസ് സ്മെല്ല് ചെയ്തപ്പോൾ തന്നെ അത് പുല്ലിന്റെ ഇടയിലേക്ക് നടന്നു നീങ്ങി. ഇത്രയും കുത്തനെയുള്ള കയറ്റമാണെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു പോയിന്റിലെത്തി ഈ ഒരു വ്യൂ കാണുമ്പോൾ കിട്ടുന്നൊരു ആ ഒരു പീസ്ഫുൾ വൈബുണ്ട്.
അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ വന്ന് ഈ മാനമുട്ടി മലയുടെ പൊക്കത്തൊന്ന് കയറണം. ഇതൊക്കെ കാട്ടുപോത്തിൻ്റെ തലയോട്ടി ഉണ്ടോ? ഓഹ് അടിപൊളി സൈസുണ്ട്. കൊമ്പ് തന്നെ ഉണ്ടോ? ഓഹ് പല്ലൊക്കെ നോക്കി. കടുവ പിടിച്ചിട്ടത് ഇപ്പോൾ ഒരുപാട് നാളായിട്ടുണ്ട് കേട്ടോ. മുള്ളംപന്നി ഇതിന്റെ കൊമ്പുകളും എല്ലാം ഒക്കെ കരണ്ട് തിന്നാറുണ്ട്. ഈ മുള്ളംപന്നിയുടെ ഫ്രണ്ടിലുള്ള പല്ലുകൾ വളർന്നുകൊണ്ടേയിരിക്കും. ഇതുപോലെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ കരണ്ട് തിന്നുമ്പോഴേക്കും അതിൻ്റെയൊക്കെ പല്ല് തേഞ്ഞ് അതിനാവശ്യമായ രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റും. അത് മാത്രമല്ല, ഇത് തിന്നുന്നതിലൂടെ കാൽസ്യവും മിനറൽസും അവർക്ക് കിട്ടും. ഇതാണ് സത്രം എയർ സ്ട്രിപ്പ്. അത്യാവശ്യം ചെറിയ എയർപ്ലെയിൻസിനൊക്കെ ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റൺവേ ആണ് കേട്ടോ ഇത്. ഇടുക്കിയിലെ തന്നെ ആദ്യത്തെ ഒരു എയർ സ്ട്രിപ്പാണിത്. അവിടെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് വീണ്ടും നടന്നു തുടങ്ങി. ഇതിപ്പോൾ അത്യാവശ്യം എനിക്ക് തോന്നുന്നു 9 പേര് അടങ്ങുന്നൊരു ടീമായിരുന്നു അത്. ഉണ്ടോ ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നമ്മളിത് ആ പാലം കണ്ടോ, അവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പാലത്തിന് ഇപ്പുറത്തുള്ള ഒരു ഡോർമെട്രീൻ്റെ അവിടെ നിന്ന് നടന്ന പാലം കഴിഞ്ഞ് ഇത്രയും ദൂരം പൊക്കത്തേക്ക് നമ്മൾ കയറി വന്നു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അടുത്ത സൈറ്റിംഗ് കിട്ടി. ഒരു കൂട്ടം കാട്ടുപോത്തിനെ കണ്ടട്ടോ. നല്ല ഇരുണ്ട നിറത്തില് മസിലൊക്കെ ഉള്ളവനാണ് ആൽഫ, ഈ കൂട്ടത്തിന്റെ ലീഡർ. ബാക്കിയുള്ളവങ്ങളെല്ലാം പെണ്ണാണ്. ഞങ്ങളുടെ ട്രെക്കിംഗ് ടീമിൽ ഉണ്ടായിരുന്ന കുറച്ചുപേര് അത്ര സൈലന്റ് ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് ആ ശബ്ദങ്ങളൊക്കെ കേട്ട് കാട്ടുപോത്തുകൾ ഞങ്ങളെ പെട്ടെന്ന് തന്നെ നോട്ടീസ് ചെയ്ത് അവിടുന്ന് ഓടിത്തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഫോറസ്റ്റ് ട്രെക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ മാക്സിമം സൈലന്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കണം. ഒട്ടുമിക്ക ആനിമൽസിനും നല്ല കേൾവി ശക്തിയായിരിക്കും. അപ്പോൾ അവിടെ കാട്ടുപോത്തുണ്ട്, നമുക്ക് നോക്കിയിട്ട് വരാം. ഇപ്പം അങ്ങ് പോയില്ലേ, അവന്മാരെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ നോക്കാം. നോക്കിയാൽ തന്നെ ഉരുണ്ട് നിർത്താടെ കൂട്ടോ. ഇന്നിപ്പോൾ മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ, നല്ല സൈറ്റിങ്സ് കിട്ടുന്നുണ്ട്. ഉച്ചവരെ നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആനേനെയും കാട്ടുപോത്തിനെയും മ്ലാവിനെയൊക്കെ കാണുന്നുണ്ട്. മഴ മാറിയപ്പോൾ അതുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ നടന്ന് അവസാനം അതുങ്ങളെ കണ്ടുപിടിച്ചു ഞങ്ങൾ. നേരത്തെ ഒരു 4-5 കാട്ടുപോത്തിനെ കണ്ടിട്ട് അതിനെ ഫോളോ ചെയ്ത് വന്നതാണേ. ഇവിടെ നോക്കിയപ്പോൾ ഒരു വലിയൊരു കൂട്ടം തന്നെയുണ്ട്. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കിക്കേ. ഇത്ര അധികം കാട്ടുപോത്തുകൾ ഈ പച്ചപ്പിന്റെ ഇടയിൽ നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. 19 എണ്ണം അടങ്ങുന്ന ഒരു കൂട്ടമാണ് കേട്ടോ ഇത്. കൂട്ടത്തിലൊരു കുഞ്ഞും കൂടിയുണ്ട്. ഈ കാട്ടുപോത്തുകളും കാട്ടാനകളും ഒക്കെ ഇത്രയും വൈൽഡായിട്ട് പുല്ലൊക്കെ മേഞ്ഞു നടക്കുന്നത് എത്ര കണ്ടാലും മതി വരില്ല കേട്ടോ. എന്നൊക്കെ ആലോചിച്ച് നിന്നപ്പോഴാണ് അതുങ്ങൾ ഞങ്ങളെ നോട്ടീസ് ചെയ്ത് വീണ്ടും ഓടി തുടങ്ങിയത്. എന്തായാലും ഈ ഒരു കാട്ടുപോത്തിന്റെ കൂട്ടം ഓടുന്നത് കാണാൻ അടിപൊളി കാഴ്ചയായിട്ടുണ്ട്. എനിക്ക് ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നുണ്ടായില്ല. അങ്ങനെ നമ്മളിതാ മാനമുട്ടി മല തിരിച്ചിറങ്ങുവാണ്. കാട്ടുപോത്തിനെ കണ്ടു, ആനേനെ കണ്ടു, 3 ആനേനെ കണ്ടു, ഒരു കുട്ടി ആന ഉണ്ടായിരുന്നു. പിന്നെ ഒരു കൂട്ടം കാട്ടുപോത്തിനെ അവിടെ കണ്ടു, മ്ലാവുകളുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ട്രക്ക് അടിപൊളിയാട്ടോ. നല്ലൊരു വ്യൂ പോയിൻറ്റും കാണാം. ഇതുപോലെ കുറേ സൈറ്റിങ്സ് ഉണ്ട്. മല നമ്മൾ ഓൾമോസ്റ്റ് പകുതിയായിട്ടില്ല, കുറച്ച് ഇറങ്ങി. ഇവിടെ കണ്ടോ, ഈ സൈഡിലൊക്കെ വല്ല കരടി ഉണ്ടെങ്കിൽ അറിയുപോലും ഇല്ല. ഈ ഒരു പുല്ലിനൊക്കെ നോക്കിയേ, ഏകദേശം എൻ്റെ ഒരു ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ കരടിയൊക്കെ ഇടയിലുണ്ടെങ്കിൽ അറിയത്തില്ല. മഴയൊക്കെ പെയ്തു തുടങ്ങിയപ്പോൾ എല്ലാത്തരം മഷ്റൂംസും മുളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 1 അല്ല 2 തവണയാണ് കേട്ടോ നമുക്ക് ആനകളുടെ സൈറ്റിംഗ് ഇതുവരെ ഈ ഒരു ട്രെക്കിൽ കിട്ടിയത്. അവിടെ ആനയുണ്ടെന്ന് ആദ്യം പോയൊരു ദൂരെ നിന്ന് സിഗ്നൽ കാണിച്ചപ്പോൾ തന്നെ ഞാൻ ഓടിച്ചാടി വേഗം അവിടെ എത്തി. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു ആനക്കൂട്ടം തന്നെയാണെന്ന് തോന്നുന്നു ഇതും. ഏകദേശം ആ ഒരു സൈസിൽ തന്നെയുള്ളൊരു കുട്ടി ആനയാണ് കേട്ടോ ഇതും. ബാക്കി 2ഉം പിടിയാനയാണ്. മുതിർന്ന ഫീമെയിൽ ആനകളായിരിക്കും ഒരു കൂട്ടത്തെ എപ്പോഴും ലീഡ് ചെയ്യുന്നത്. ആനകളുടെ സ്കിന്നിനൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് വിയർപ്പ് ഗ്രന്ഥികൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ശരീരം തണുപ്പിക്കാനായിട്ട് അവർ ഇതുപോലെ മണ്ണും പുല്ലൊക്കെ വാരി ശരീരത്തിലേക്ക് എറിയുന്ന ശീലമുണ്ട്. അങ്ങനെ ആനേനെ കണ്ടില്ലല്ലോ എന്നുള്ള വിഷമം തീർന്നു. ഇതൊക്കെ നോക്കി നിന്നപ്പോഴേക്കും മലയുടെ ഒരു സൈഡിൽ നിന്ന് കോട വന്ന് തുടങ്ങുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ട്രെക്കിങ് കഴിഞ്ഞു. അടിപൊളി ട്രെക്കിംഗ് ആയിരുന്നു. ഇത്ര അധികം ആനിമൽ സൈറ്റിങ്സ് ഒരുമിച്ച് കിട്ടിയേക്കണ എനിക്ക് വേറൊരു ട്രെക്കില്ല, ഇത് തന്നെയായിരിക്കും. ഇനി നാളെയും ഉണ്ട് നമുക്ക് ഒരു സഫാരി ഉണ്ട്. നിതിൻ ചേട്ടൻ്റെ അടുത്തു നിന്നാണ് നമുക്ക് പാക്കേജ് ബുക്ക് ചെയ്തത്. അപ്പോൾ പുള്ളിയുടെ ഇത് നമ്പറൊക്കെ ഞാൻ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിരിക്കാം. ഇതൊരു തവണയെങ്കിലും നിങ്ങൾ ഈ പാക്കേജ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓൾ ഇൻ വൺ പാക്കേജാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്തോളൂ, നമ്പർ അതിൽ കൊടുത്തേക്കാം. 3 days നീണ്ടു നിൽക്കുന്ന ഈ പാക്കേജിന് 6650 പെർ ഹെഡ് വരുന്നത്. പാക്കേജിൽ അടങ്ങുന്ന കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒപ്പം ഇന്ന് ട്രെക്കിങ്ങിന് ഉണ്ടായിരുന്നത് സാറിൻ്റെ പേരെന്താണ്? ദീപക്. അങ്ങനെ ട്രെക്കൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്ക് രാത്രിയായി. ഞങ്ങൾ വന്ന ടൈം കൊണ്ട് ഇവിടെ ഡിന്നർ റെഡി ആയിട്ടുണ്ടായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയും ചോറും കുറച്ച് പച്ചക്കറികളൊക്കെ ആയിട്ട് നല്ലൊരു ഡിന്നറായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ നേരത്തെ കിടക്കുവാണ്. നാളെ രാവിലെ എണീറ്റിട്ട് ഗവിയിലേക്ക് ഒരു സഫാരി ഉണ്ട്. ഈ ടെന്റിന്റെ ഉള്ളിലാണ് സ്റ്റേ ചെയ്യുന്നത്. ടെന്റിന്റെ ഉൾഭാഗം നോക്കിക്കേ, ഈ സ്ലീപ്പിംഗ് ബാഗിലാണ് കേട്ടോ ഞാൻ കിടക്കുന്നത്. അങ്ങനെ ഞാൻ എന്താ ഉറങ്ങി എണീറ്റുള്ളൂ. ഇപ്പോൾ ഒരു 6:15 ഇനി ഇവിടെ നിന്നൊരു ബസ് സഫാരി ഉണ്ട് നമുക്ക് ഗവിയിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ എല്ലാവരും എണീറ്റിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് സഫാരി സ്റ്റാർട്ട് ചെയ്യും. ഇന്നലെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി, അടിപൊളിയായിരുന്നു ടെൻറ്റിലെ സ്റ്റേ. ഇവിടുത്തെ വ്യൂ നോക്കി, കാടിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേ ബേർഡ്സും മലയണ്ണാനും ഒക്കെ ഉണ്ട്. രാവിലെ 6:30 വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഗവിയിലേക്കുള്ള സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെക്ക് പോസ്റ്റിലേക്ക് വന്നവിടെ എനിക്കൊരു അട്ടയുടെ കടി കിട്ടിട്ടോ. ഇതേ നോക്കിയേ. അപ്പോൾ സഫാരി തുടങ്ങി. ലേറ്റ് ആവാതെ തന്നെ ഇവിടെ എത്തി. സഫാരി നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ അനിമൽ സൈറ്റിങ്സ് ഒക്കെ കിട്ടാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ആദ്യം തന്നെ കണ്ടത് ഈ ഒരു മ്ലാവിനെയാണ്. ഒറ്റക്ക് നിൽക്കുമായിരുന്നു കേട്ടോ. നമ്മളെ ഒന്ന് നോക്കിയെങ്കിലും ഈ ബസ്സൊക്കെ ഇവർക്ക് സ്ഥിരം കാഴ്ച ആയതുകൊണ്ട് അത് വലിയ മൈൻഡൊന്നും ഇല്ലാതെ നിന്നു. പോകുന്ന വഴി റോഡിന്റെ നടുക്കായിട്ട് ഒരു ആമ കിടക്കുന്നത് കണ്ടു. പിന്നെ ഇനി വരുന്ന വണ്ടി അറിയാതെ ഇതിന്റെ മേത്ത് കയറുണ്ടല്ലോ എന്ന് കരുതി ഓഫീസർ പറഞ്ഞതനുസരിച്ച് റോഡിന്റെ അരികിലേക്ക് ആമേനെ മാറ്റി. അങ്ങോട്ട് മാറ്റിയപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. പക്ഷെ ആമേനെ ഇട്ടതിന് അടുത്തായിട്ട് തന്നെ ഒരു ഇലയിൽ പിറ്റ് വൈപ്പർ ഇരിക്കുന്നുണ്ടായി. ആരും അതിനെ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാനാ പെട്ടെന്ന് അതിനെ നോട്ടീസ് ചെയ്തേ. ഇവിടെ ഇരിക്കുന്നത് ഒട്ടും അറിയുന്നുണ്ടായില്ല. പോകുന്ന വഴിയെ കരിങ്കുരങ്ങുകളും കാട്ടുകോഴികളും പിന്നെ സിംഹവാല കുരങ്ങുകളും ഒക്കെ സ്ഥിരം കാഴ്ചകളാണ് ഇവിടെ. എന്നാലും ബസ്സൊന്ന് നിർത്തി കുറച്ച് ടൈം ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദേ ഈ കൂട്ടത്തിൽ ഒരു കുട്ടി കുരങ്ങനെ കണ്ടോ? അത് അമ്മയോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇടയ്ക്ക് ഇങ്ങോട്ട് വണ്ടിയുടെ ശബ്ദമൊക്കെ കേട്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോകുന്ന വഴി ഈ ഒരു വ്യൂ പോയിന്റിൽ നിർത്തി. ഇവിടെ നിന്ന് നോക്കി ശബരിമല കാണാം. അങ്ങ് അറ്റത്ത് കാണുന്ന മലയാണ് ശബരിമല. പിന്നെ അവിടെ നിന്ന് നേരെ ഗവി ഡാമിലേക്ക് എത്തി. ഇവിടെയും കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത്. ഈ ഡാമും വ്യൂ പോയിന്റും ഒന്നും അല്ല കേട്ടോ. ഈ കൊടും കാട്ടിലൂടെയുള്ള ബസ് സഫാരി തന്നെയാണ് ഇന്നത്തെ ഈ യാത്രയുടെ മെയിൻ ഹൈലൈറ്റ്. ഭാഗ്യമുണ്ടെങ്കിൽ ഒരുപാട് സൈറ്റിങ്സ് കിട്ടും. അങ്ങനെ നമ്മൾ വരുന്ന വഴി തന്നെ തിരിച്ചു പോകുവാണ്. ഈ മരക്കൊമ്പിൽ പാമ്പിനെ കൊന്നിട്ടേക്കുന്നത് നോക്കിക്കേ. തലയില്ലട്ടോ ഇതിന്. പരുന്തോ മറ്റോ അതിനെ കൊന്നിട്ട് ഇവിടെ ഇട്ടിട്ട് പോയേക്കുവാണ്. അങ്ങനെ സഫാരി കഴിഞ്ഞ് തിരിച്ച് ക്യാമ്പിലേക്ക് നടക്കുന്ന വഴിയെ ഈ പാലത്തിൽ കുറെ ബട്ടർഫ്ലൈസിനെ കണ്ടു. അങ്ങനെ അതുങ്ങളെ കുറച്ചു നേരം നോക്കി നിന്നപ്പോഴാണ് ശ്രദ്ധിച്ചത് ഒരു ബട്ടർഫ്ലൈ അവിടെ ചത്തു കിടക്കുന്നുണ്ടായി. അപ്പൊ അതിന്റെ വിഷമത്തിലായിരുന്നു തോന്നുന്നു. ബാക്കിയുള്ള ബട്ടർഫ്ലൈസ് ഒക്കെ അതിനെ തൊട്ടും തലോടിയൊക്കെ കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ക്യാമ്പ് സൈറ്റ് എത്തി. ഇവിടെ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ആയിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇത് നോക്കി, ഈ ഒരു സ്റ്റേ ഇരിക്കുന്നത് തന്നെ നല്ലൊരു ഫോറസ്റ്റിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ. ഓ അടിപൊളി ഉണ്ടോ? ഇതാ അവിടെ ആയിട്ട് ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതുപോലെ ഒരുപാട് ടെൻസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ.
ഒരു 3 പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കാൻ പറ്റിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ടെൻ്റാണത്. പക്ഷെ 2 പേർക്കാണ് ഇവിടെ ഒരു ടെൻ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഈ ഒരു പ്രോഗ്രാമിൽ അലൗഡ് അല്ല. രാത്രി കിടന്നപ്പോൾ വലിയ തണുപ്പൊന്നും ഉണ്ടായില്ല. രാവിലെ ആയപ്പോഴേക്കും കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാടിൻ്റെ നടുക്കുള്ള സ്റ്റേ ആയതുകൊണ്ട് ക്യാമ്പിന് ചുറ്റും ട്രെഞ്ചും ഇലക്ട്രിക് ഫെൻസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ബേർഡ് വാച്ചിങ്ങിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വഴി കൂടി നടന്ന് ട്രക്ക് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കടുവയുടെ പഗ്മാർക്ക് ഉണ്ടോ? ഇവിടെയുണ്ട്. ഇത് നേരെ ഇങ്ങനെ നടന്നു പോയേക്കാം. പിന്നെ ഇതാണ് കോഴി വേഴാമ്പൽ. ഇവർക്ക് ലൈഫിൽ ഒരു ഇണ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുങ്ങൾ തമ്മിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ നല്ലോണം ഇത് പുറത്ത് ഡിസ്പ്ലേ ചെയ്യും. അതുകൊണ്ട് ഇതുങ്ങളെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. ഈ വീഡിയോയിൽ തന്നെ നോക്കി ഇണയ്ക്ക് തീറ്റ കൊടുക്കാനായിട്ട് പുറകെ നടക്കുന്ന ഒരു സീനാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു വള്ളക്കടവ് പാക്കേജിലുണ്ടായിരുന്നത് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മണിക്ക് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നു. ജംഗിൾ ക്യാമ്പാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഇതിൻ്റെ പേര്, ടെൻറ്റിൻ്റെ. അപ്പോൾ അവിടെ നിന്നൊരു ടീ ഒക്കെ കുടിച്ചു. അവിടുത്തെ ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇവിടെ അടുത്ത് തന്നെ റോഡിലൂടെ നടന്നിട്ട് പിന്നെ ഒരു മല കയറണം. മാനമുട്ടി മല എന്നാ പേര്. അതൊരു കുത്തനെയുള്ള കയറ്റാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ടോപ്പിലാണ് നിൽക്കണേ. അപ്പോൾ ഈ ഒരു ട്രക്ക് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് അവിടെ നിന്ന് നമുക്ക് ഡിന്നറുണ്ട്. പിന്നെ നൈറ്റ് ടെൻറ്റിൽ സ്റ്റേ. പിന്നെ അടുത്ത ദിവസം രാവിലെ നമ്മൾ ഒരു ഗവിയിലേക്കൊരു ജീപ്പ് സഫാരി ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ ഒരു അടുത്തൊക്കെ തന്നെ നമുക്ക് ബേർഡ് വാച്ചിങ്ങിന് പോകാൻ പറ്റിയൊരു അടിപൊളി പ്ലേസാണ് കേട്ടോ. മഴ പെയ്തില്ലെന്നുണ്ടെങ്കിൽ നല്ല ലക്കായിരിക്കും. ഒരുപാട് ബേർഡ്സിനെ വാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേർഡ് വാച്ചിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു അടിപൊളി പ്ലേസാണ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു കോംപ്ലിമെൻ്ററി ബോട്ടിംഗ് ഉണ്ട്. അത് തേക്കടി ബോട്ടിങ്ങിൻ്റെ അവിടെ നിന്ന് ആ ഒരു ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തേക്കടി അവിടെ നമുക്ക് ചെക്ക് പോസ്റ്റിനടുത്തായിട്ടൊരു സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് അവിടെ ആയിരിക്കും നിൽക്കണേ. പിന്നെ ഒരു നേച്ചർ വാക്കും കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാക്കേജിലുള്ളത്. എന്തായാലും ദിസ് ഈസ് വർത്ത് ദ മണി എന്ന് പറയാം. അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ. എനിക്ക് ഒന്നും പറയാനില്ല. ഇവിടെ കുറച്ച് നേരം വന്ന് ഞാൻ ഇവിടെ ഇരിക്കാൻ പോകാം. നല്ല പീസ്ഫുള്ളായിട്ട് കുറച്ച് നേരം ഇവിടെ ഇരിക്കുക. അപ്പോൾ ശരി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.